കടുത്ത വേനലിൽ കടുത്ത ജലക്ഷാമം നേരിടുന്നതിനാൽ കരിമ്പിൻ കൃഷി വൻ നാശത്തിലേക്കാണ് കടന്നുപോകുന്നത്. ഈ സമയങ്ങളിൽ നേരിടുന്ന പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവരാണ് വൻ ദുരിതം അനുഭവിക്കുന്നത്. പട്ടം കോളനിയിൽ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സതീശൻ എന്ന കൃഷിക്കാരനെ കൃഷി മുഴുവൻ ജലക്ഷാമം മൂലം നശിച്ചുപോയ അവസ്ഥയിലാണ്. ഇതുപോലെ അനേകം കർഷകർക്ക് കൃഷിനാശം സംഭവിച്ച് വൻ സാമ്പത്തിക നഷ്ടമാണ് വന്നിരിക്കുന്നത്. മറയൂരിലെ കരിമ്പിന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുണ്ടെങ്കിലും തമിഴ്നാട് പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോഴും വൻതോതിൽ ശർക്കര മറയൂരിലേക്ക് എത്തുന്നതും കരിമ്പിൻ കൃഷിക്കാരെ നാശനഷ്ടത്തിലേക്ക് നയിക്കുന്നു. അതിനിടയിലാണ് വേനൽ കടുത്തതോടുകൂടി കരിമ്പിൻ കൃഷി ജലമില്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥ. മറയൂർ പഞ്ചായത്തിൽ കൃഷി ചെയ്ത പത്തടിപ്പാലത്തിന് സമീപം 3.5 ഏക്കറോളം കൃഷി ചെയ്ത ഒരു കരിമ്പ് കൃഷിയാണ് എൻ്റേത്. അത് ഏകദേശം പൂർണ്ണമായും കരിഞ്ഞ സ്ഥിതിയിലോട്ട് വന്നിരിക്കുകയാണ്. വെള്ളത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. പക്ഷേ കൃഷി കനാൽ വെള്ളം ഒന്നുമില്ലാത്തതിനാൽ വളരെ ബുദ്ധിമുട്ടി കൃഷി ചെയ്തതാണ്. ലക്ഷങ്ങളുടെ മുടക്ക് ചെയ്തതാണ്. 3 ഏക്കറോളം കൃഷി ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് ഉണങ്ങി അടുത്ത കൃഷി ചെയ്യാനുള്ള ഒരു നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിന് സർക്കാർ തലത്തിൽ നിന്ന് കൃഷിഭവനിൽ നിന്നോ അത് വേണ്ട വിധം നോക്കി ഒരു സഹായം ചെയ്തു തരുവാണെങ്കിൽ അടുത്ത കൃഷിയെങ്കിലും ഇറക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്തു തരുവാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഇതൊരു 3.5 ഏക്കറോളം കൃഷി ചെയ്തിരിക്കുന്നതാണ്. അത് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തതാണ്. നമ്മൾ പാട്ടവും കൊടുക്കണം. 1,00,000 രൂപ പാട്ടക്കരാർ ചെയ്തിരിക്കുന്നത്. അതും കൊടുക്കേണ്ട സ്ഥിതിയാണ്. അത് കൊടുക്കാൻ നിവർത്തിയില്ല. ആ ഒരു കണ്ടീഷനോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടുക്കേണ്ട ഒരു രീതിയാണ്. അങ്ങനത്തെ നമ്മൾ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇത്ര കൊടുക്കാമെന്ന് പറഞ്ഞാണ് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഈ കൃഷി നശിച്ചുപോയാൽ നമ്മളത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതും ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുകൂടിയായപ്പോൾ കർഷകർ വൻ സാമ്പത്തിക നഷ്ടമാണ് അനുഭവിക്കുന്നത്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചില്ല എങ്കിൽ അടുത്ത വർഷം കൃഷി ഇറക്കുന്നത് പരിതാപകരമായിരിക്കുമെന്നാണ് സതീശൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷൻ.